السلام عليكم ورحمة الله وبركاته. بسم الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഇന്ന് നമ്മുടെ വിഷയം യത്രിബ്, മദീന എന്നീ രണ്ട് വാക്കുകൾ ഖുർആനിൽ ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. മദീന എന്ന വാക്ക് ഖുർആനിൽ 6 തവണ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാം. അതുപോലെ യസ്രിബ് എന്ന വാക്ക് ഒരു പ്രാവശ്യം മാത്രമേ ഖുർആനിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. യസ്രിബ് എന്നതാണ് മദീന എന്ന പട്ടണത്തിന്റെ ആദ്യത്തെ ശരിയായ പേര്. അതുപോലെ മദീന എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണമായ രീതി എന്ന് പറയുന്നത് മദീനത്തുൻ നബിയാണ്. അതായത് നബിയുടെ പട്ടണം എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. ആ മദീന എന്നുള്ളതിനെ വിളിക്കപ്പെട്ടിരുന്നത്. അത് അവരെ സ്നേഹത്തോടെ വിളിച്ച് അത് മദീന എന്നായി മാറിയതാണ്. അത് പ്രവാചകൻ മക്ക കാലഘട്ടത്തിന് ശേഷം ഹിജറ പോയി മദീനയിലേക്ക് എത്തിയപ്പോഴാണ് ആ പട്ടണത്തെ മദീന എന്ന് വിളിക്കപ്പെടുന്നത്. നമ്മൾ പട്ടണത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഖുർആനിൽ മദീന എന്ന പട്ടണം വരാറുണ്ട്. കാരണം അള്ളാഹുവിന് നമ്മളെ അത് പ്രവാചകന്റെ പട്ടണമായി അറിയപ്പെടണമെന്നാണ് അവിടെ ബോധ്യപ്പെടുത്തി തരുന്നത്. പ്രവാചകന്റെ മദീന കാലഘട്ടത്തിൽ മുനാഫിക്കീങ്ങളുടെ നിഫാക്കിനെ വെളിപ്പെടുത്തപ്പെടുന്ന സ്ഥലത്താണ് അല്ലാഹു യസ്രിബ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ എന്നാണ് ആയത്തിന്റെ ഭാഗം. അതായത് മദീന കാലഘട്ടത്തിൽ മുനാഫിക്കീങ്ങൾ അവരുടെ പ്രവാചകനെ, അവരുടെ വിശ്വാസ്യത പ്രവാചകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ ആ നാടിനെ മദീന എന്ന് തന്നെ വിളിച്ചിരുന്നു. പക്ഷെ അവർ നേരിൽ പറഞ്ഞാൽ അവർക്ക് ആ ഒരു പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം ആ പേരിടുന്നത് പ്രവാചകൻ അവിടുത്തെ ഗവർണറായി മാറിയ സമയത്താണ്. അതിന്റെ തൊട്ടു മുമ്പ് യത്രിബിന്റെ ഗവർണറായി തിരഞ്ഞെടുക്കാൻ പോകുന്ന ഒരാളായിരുന്നു ഈ മുനാഫിക്കുകളുടെ നേതാവ്. അവർ പ്രത്യേകിച്ച് റസൂലുള്ളാഹിനെ വിശ്വാസ്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ മദീന എന്നുള്ള പേര് അവർ സ്വീകരിച്ചത്. മുനാഫിക്കുകളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ എളുപ്പ കാലഘട്ടത്തിൽ, അതായത് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത, പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ആ സമയത്ത് അവർക്ക് അവരുടെ ഈ നിഫാക്കിനെ സിമ്പിളായിട്ട്, അതായത് എളുപ്പത്തിൽ മറച്ചു വെക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ബുദ്ധിമുട്ടുകളും ഈ പരീക്ഷണങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് അത് മറച്ചു വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അധികവും. അങ്ങനെ ഒരു സാഹചര്യമാണ് ഈ സൂറത്തുൽ അഹ്സാബിൽ പറയുന്ന യുദ്ധ സാഹചര്യത്തിൽ മദീന പട്ടണത്തെ ശത്രുക്കൾ വളഞ്ഞിരിക്കുന്ന സമയത്ത് അവർക്ക് ആകെ ഉണ്ടായിരുന്ന സംരക്ഷണം എന്ന് പറയുന്നത് ആ ഒരു കുഴിയായിരുന്നു. മക്കക്കാരൊക്കെ കൂടി ആക്രമിക്കാൻ വേണ്ടി വളഞ്ഞിരിക്കുന്ന സമയത്ത് ഈ മുനാഫിക്കീങ്ങളുടെ പ്രാളം കാരണം അവരിൽപ്പെട്ട ആളുകൾ പറഞ്ഞത് ആണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ഭാഗം. യാ അഹ്ല യസ്രിബ ലാ മുഖാമ ലക്കും ഫർജിഉ, ഓ യസ്രിബിലെ ജനങ്ങളെ, ഇനി നമുക്ക് വേറൊരു സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ച് നമ്മുടെ പഴയ യത്രിബിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്നാണ് അവർ പറയുന്നത്. അവരുടെ ആ വായിൽ നിന്ന് തന്നെ യത്രിബ് എന്നുള്ള വാക്ക് കാരണം അവരുടെ നിഫാക്കിനെ, അവരുടെ ഉള്ളിലുള്ള അകത്തുള്ള മറച്ചു വെച്ചിരിക്കുന്ന ആ നിഫാക്കിനെ അവർ സ്വയം വെളിപ്പെടുത്തുകയാണ് അവിടെ ചെയ്യുന്നത്. അതായത് പ്രവാചകനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ മദീന എന്ന് വിളിച്ച ആ ഒരു സ്ഥലത്തെ വീണ്ടും അവർ യത്രിബ് എന്ന് പേര് വിളിച്ച് അവരുടെ ആ നിഫാക്കിനെ വെളിപ്പെടുത്തുകയാണ് അവർ ചെയ്യുന്നത്. അതായത് അള്ളാഹു അവരുടെ നിഫാക്കിനെ അവരുടെ വായിലൂടെ തന്നെ ബാക്കിയുള്ളവരെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് ബുദ്ധിമുട്ട് വരുന്ന കാലസമയത്ത് അവർക്കത് മറച്ചു വെക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഈ ഒരു വാക്കിലൂടെ നമുക്ക് അള്ളാഹു മനസ്സിലാക്കി തരുന്ന കാര്യം വളരെ വലുതാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.